എന്ത് തേങ്ങയാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിലും അതുപോലെ ഇന്ത്യൻ സൂപ്പർ ലീഗിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ സീസൺ എപ്പോൾ തുടങ്ങുമെന്ന് നമുക്കും അറിയില്ല, ഇത് നടത്തുന്നവർക്ക് പോലും അറിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള മറ്റ് ISL ക്ലബ്ബുകൾ ഒന്നിച്ച് ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ ഒരു കത്തെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, ഞങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് ക്ലബ്ബുകൾ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മറുപടിയും ഇതുവരെയും അവർക്ക് ലഭിച്ചിട്ടില്ല, അതായത് ക്ലബ്ബുകൾക്ക് ലഭിച്ചിട്ടില്ല. ഇതിന്റെ ഇടയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ താരങ്ങളെയും സ്റ്റാഫുകളെയും മറ്റൊരു കാര്യം കൂടിയും അറിയിച്ചിരിക്കുകയാണ്. അതിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിലവിൽ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഒഡീഷ FC, കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ ചെന്നൈയിൻ FC തുടങ്ങിയ ക്ലബ്ബുകൾ അവരുടെ താരങ്ങളെയും സ്റ്റാഫുകളുടെയും കോൺട്രാക്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി ഇന്നലെ തന്നെ ഒഡീഷ FC അവരുടെ താരങ്ങളുടെയും സ്റ്റാഫുകളുടെയും കോൺട്രാക്ട് സസ്പെൻഡ് ചെയ്തു വന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇന്നാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ ചെന്നൈയിൻ FCയും കൂടെ ഈ ഒരു പ്രവൃത്തിയിലേക്ക് നീങ്ങിയ കാര്യം പുറത്തു വരുന്നത്. ഇതിന്റെ പിന്നാലെ മറ്റു ക്ലബ്ബുകൾ വീണ്ടും ഇങ്ങനെയൊരു പ്രവൃത്തിയിലേക്ക്, അതായത് താരങ്ങളുടെയും അതുപോലെ സ്റ്റാഫുകളുടെയും കോൺട്രാക്ട് ടെർമിനേറ്റ്, അതായത് സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക് കടക്കും എന്നുള്ള റിപ്പോർട്ടുകളും നിലവിൽ പുറത്തു വരുന്നുണ്ട്. ഒരു വശത്ത് ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള കുറച്ച് ക്ലബ്ബുകൾ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഷട്ട് ഡൗൺ ചെയ്തു വരുമ്പോൾ മറ്റു ചില ക്ലബ്ബുകൾ അവരുടെ സൈനിങ്ങും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, ഈസ്റ്റ് ബംഗാൾ അതുപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തുടങ്ങിയിട്ടുള്ള ക്ലബ്ബുകൾ അവരുടെ സൈനിങ്ങുമായി കൊണ്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ISL കുറച്ച് മാസം നീണ്ടുപോയാൽ പോലും ഏറെക്കുറെ ഒരു നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും ISL പുനരാരംഭിക്കും, അല്ലെങ്കിൽ പുതിയ സീസൺ ആരംഭിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റിൽ അറിയിക്കുക. വീഡിയോ ഇതുവരെ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.